Je rêvais d'un monstre nouveau, seulement tous les deux. Ouais, je rêvais d'un monstre nouveau, seulement amoureux. 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 Regarde comme on vit bien ensemble. Regarde comme tout s'éclaire ensemble. Viens, on laisse les autres devant. Viens, on s'aime comme avant. Ouais, je rêvais d'un monstre nouveau. C'était mieux ensemble. Viens, on s'aime comme avant. Cause you're a sky full of stars. I'm gonna give you my heart. Cause you're a sky full of stars. Cause you light up the party. I wanna die in your arms. Cause you get lighter the more it gets dark. I'm gonna give you my heart. I don't care, go on and tear me apart. I don't care if you do. Cause in a
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ യോഗ്യതയുടെ പരിഗമനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പ്രതിഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകനായ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം തന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കനികമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്ത് മുളുകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ ബഹുമാനമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ആരാധന അങ്ങ് സ്വീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Please sit down. We have the lighting of the lamp now. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക്, പോളിൻ്റെയും ജസ്ലിൻ്റെയും ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ്. ക്രിസ്തുവാകുന്ന ആ വെളിച്ചം ഇവർക്ക് എന്നും മാർഗദീപമായിരിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സർവാധികന എന്ന ഗാനമാണ്.
ദിനങ്ങൾ താഴുന്നു. എൻ്റെ കർത്താവെ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുവാനും ആത്മാക്കളെ രക്ഷിക്കുവാനും ജീവനെ നിത്യം പരിപാലിക്കുവാനും ആകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും പ്രതിജ്ഞയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാട്ടിടുവിൻ, പാട്ടിടുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്രം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Please be seated. We listen to the reading of the God's word. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. അമ്പരമനുവരുതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാസ് ശ്രീഹാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം
സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ദൂതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതുപോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവരെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലമുണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ ബോധപൂർവമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കലരന്റെ പരിശുദ്ധമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യമാരെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭ എന്ന പോലെ അവനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയെയും തന്നെ പോലെ തന്നെ ഭാര്യയെയും സ്നേഹിക്കണം. ഭാര്യ അവരുടെ കർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. കർത്താവരുളും
യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ശിമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോട് നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞാദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരൂ. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിലെ ചെയ്ത അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. Please be seated. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പോള്, ജസ്ലിൻ, ജൂഡച്ച, ജോയ്സി, പോൾ, ജെയിംസ്, ജോസി ആൻഡ് സോജ ആൻഡ് മറ്റെല്ലാ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളൊരു മനോഹരമായ ഒരു ദിവസത്തിലാണെന്ന്. അവരുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ദിവസം. കഴിഞ്ഞ 1 വർഷത്തിൽ കൂടുതലായിട്ട് പോളിന് ജസ്ലിനെയും ജസ്ലിന് പോളിനെയും അറിയാം. വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര നാൾ എന്തിനാ വെയിറ്റ് ചെയ്യണേ? അവർ പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് പരസ്പരം അറിയാനായിട്ട് കുറച്ച് സമയം ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു. I think that is a very good decision. So it is after knowing more than a year, they have come in front of their families and this beautiful community they love to exchange their love until death do them apart. ആദ്യമായിട്ട് എനിക്ക് പോളിനോടും ജസ്റ്റിനോടും പറയാനുള്ളത്, നിങ്ങളൊന്നൊരു കോളേജിലേക്കല്ല പ്രവേശിക്കുന്നത്, ഒരു LKG ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. കാരണം നിങ്ങളുടെ മാതാപിതാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്. നിങ്ങൾക്ക് ഒത്തിരി അറിവുണ്ടായിരിക്കാം, പക്ഷേ അനുഭവം കുറവാണ്. എൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിന്നൊരു LKG സ്റ്റുഡൻസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ഈ ആദ്യ ദിവസം ഇരിക്കുന്നത് എവിടെയാണെന്നൊന്ന് ആലോചിച്ചാൽ, ഞാനൊക്കെ സാധാരണ നമ്മളൊക്കെ പുതിയ ഫോൺ മേടിക്കുന്നവരെപ്പോഴും, പോളെ ജസ്ലിൻ, ഈ പുതിയ ഫോണൊന്ന് കേടായിപ്പോയാൽ നിങ്ങൾ എവിടെ കൊണ്ടുപോകും? ഇതാദ്യം എന്ത് ചെയ്യും? വാട്ട് യു ഡു വിത്ത് ഇറ്റ് ഇഫ് യു ലൂസ് യുവർ മൊബൈൽ ഫോൺ? സംതിങ് ഇറ്റ് ഹാസ് കുഡ് ഹാവ് സംതിങ് ഹാപ്പൻ ടു ഇറ്റ്. വാങ്ങിച്ചെടുത്ത് കൊണ്ടുപോകും ഇല്ലേ? വാങ്ങിച്ച സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോകും. അതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ആദ്യമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എവിടെ നിന്ന് ആ മൊബൈൽ ഫോൺ കിട്ടിയോ അവിടേക്കാണ് ആദ്യമായിട്ട് പോകേണ്ടത്. നിങ്ങൾക്ക് ഇന്ന് ഈ കുദാശ ദൈവം നൽകുന്നത് സഭയിൽ വെച്ചാണ്, ഈ പള്ളിയിൽ വെച്ചാണ്. അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം മറ്റുള്ളവരോടല്ല പറയുന്നത്, സഭയിലേക്കാണ് ആദ്യമായിട്ട് വന്ന് ദൈവത്തോടാണ് പറയേണ്ടത്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മിനിങ്ങാന്ന് മധുരം വെപ്പിൻ്റെ സമയത്ത് എന്തിനാണ് കല്യാണം കഴിക്കണേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. അപ്പോൾ അതിന് മനോഹരമായ ഒരു ഉത്തരം എനിക്ക് നൽകി, വീട്ടിൽ നിന്നും മാറി താമസിക്കാനായിട്ട് എന്ന്. അത് വളരെ യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞു, കാരണം ദൈവം അബ്രാഹത്തോട് പറഞ്ഞത് അതാണ്. 12-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ, നീ നിൻ്റെ മാതാപിതാക്കന്മാരെയും നിൻ്റെ ദേശത്തെയും ഒക്കെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ഒരു ദേശത്തേക്ക് പോവുക. എന്തിനാണ്? നീ ഒരു അനുഗ്രഹമായിട്ട് മാറും എന്ന്. അപ്പം നമ്മൾ കല്യാണം കഴിക്കുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ
പരസ്പരം ഒരു അനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വ്യാഴാഴ്ച അല്പം ധ്യാനിച്ചു. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പാപം ചെയ്ത മരങ്ങളുടെ ഇടയിൽ ഒളിച്ചു കഴിയുന്ന ആദത്തെയും ഹവ്വായെയും ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഒരു പാപം ചെയ്തതിന് ശേഷം ദൈവം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദം നീ എവിടെയാണ്? അപ്പോൾ ആദം പറഞ്ഞു, ഞങ്ങൾ കുറച്ച് തെറ്റ് ചെയ്തു, അതിന് ഒത്തിരി ശിക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട് ദൈവം. ഞങ്ങളത് കാരണം ഞങ്ങളുടെ നഗ്നത മറയ്ക്കാനായിട്ട് ഒളിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കല്യാണം കഴിക്കുന്ന രണ്ടാമത്തെ രഹസ്യം ആവശ്യം എന്ത് ആണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പരസ്പരം വസ്ത്രമായിട്ട് മാറാൻ വേണ്ടിയുള്ളൊരു വിളിയാണത്. ആദത്തിൻ്റെയും ഹവ്വായുടെ ജീവിതത്തിലെ നഗ്നത നമുക്കറിയാം എന്തായിരുന്നു എന്ന്. പക്ഷേ ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിലെ, നമ്മുടെ ജീവിതത്തിലെ നഗ്നത എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ കളിയാക്കുന്ന അവസ്ഥ. എൻ്റെ കുറവുകൾ ജസ്ലിൻ്റെ കുറവുകൾ പോൾ പറയുമ്പോൾ, അല്ലെങ്കിൽ പോളിൻ്റെ കുറവുകൾ ജസ്ലിൻ പറയുമ്പോൾ അവിടെ വളരെ ഒരു നഗ്നത അനുഭവിക്കുന്നുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരസ്പരം വസ്ത്രമായിട്ട് മാറുക. അതാണ് കല്യാണം കഴിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആവശ്യം. ഇപ്പോൾ പോൾ എന്തെങ്കിലും ജസ്റ്റിനോട് പറയുകയാണെങ്കിൽ, ജസ്റ്റിൻ്റെ കുറവുകൾ മറ്റുള്ളവർ പറയുകയാണെങ്കിൽ ആരാണ് തരം താഴുന്നത്? പോളായിരിക്കും. അതുപോലെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ആദ്യത്തെ അനുഗ്രഹമായിട്ട് മാറുക, രണ്ടാമത് പരസ്പരം വസ്ത്രങ്ങളായിട്ട് മാറുക. മൂന്നാമതായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റ് അവിടെ ഉറച്ചിരിക്കേണ്ട, ഒന്ന് വന്ന എല്ലാവരും, വിളിച്ച എല്ലാവരും വന്നിട്ടോ ഒന്ന് നോക്കി, പുറത്ത് ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. എല്ലാവരും വന്നിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടോ? ഇവിടെ ഉണ്ട് കുറച്ച് പേര്, ഈ ഭാഗത്തുണ്ട് കുറച്ച് പേര്. എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. എന്ത് തോന്നണു? ഇരുന്നോ. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റാരും ഇന്നിവിടെ വന്നില്ലെങ്കിലും ഈ കല്യാണം ത്തിന് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നിങ്ങളിൽ ഒരാൾ ഇന്നിവിടെ വന്നില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല. ഇന്നു മുതൽ സത്യത്തിൽ ബാക്കി എല്ലാവരും നിങ്ങളെ വിട്ടു പോകും. നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് വേണ്ടിയുള്ള വ്യക്തികൾ മാത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം അതാണ് മൂന്നാമത്തെ നമ്മുടെ ഒരു ലക്ഷ്യം. നമ്മൾ മറ്റുള്ളവരെ നോക്കാതെ നമ്മളെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആലോചിച്ച്, നിങ്ങളുമായിട്ടെല്ലാം ആലോചിച്ചിട്ട് വേണം ഇനിയൊരു തീരുമാനം എടുക്കാനായിട്ട്. ഈ ഇവിടെ കൂടിയിരിക്കുന്ന ബാക്കി എല്ലാവരോടും എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഇതാണ്. കാരണം ആ മൂന്നാമത്തെ ഒരു വ്യക്തി നിങ്ങളാകാതിരിക്കുക ഒരിക്കലും. ആദത്തിൻ്റെയും ഹവ്വായുടെ ജീവിതത്തിൽ നമുക്കറിയാം എന്താണ് സംഭവിച്ചത് എന്ന്. മൂന്നാമത്തെ ഒരു വ്യക്തി അവിടെ വന്നു, അവരുടെ അനുവാദമില്ലാതെ. സാത്താൻ അതിൻ്റെ ഫലം നമ്മൾ അവരനുഭവിച്ച എന്താണെന്ന്. അപ്പോൾ ഇൻക്ലൂഡിങ് ദ പേരൻസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ബാക്കി എല്ലാവരും പോളിൻ്റെയോ ജസ്ലിൻ്റെയോ അനുവാദമില്ലാതെ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കയറിപ്പോണ്ട ആവശ്യമില്ല. ജീവിക്കാനായിട്ട് അവരെ അനുവദിക്കുക. അത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. അപ്പോൾ നമുക്കറിയാം, വിവാഹം എന്ന ജീവിതത്തിൻ്റെ ഉള്ളടക്കം ഈ 3 കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. നമ്മളൊക്കെ എല്ലാവരും, ഞാൻ കൊച്ചുനാളിലെ ഇന്ന് 2ാമത്തെ വായനയിൽ സോജ വായിച്ചപ്പോൾ പൗലോസ്ലീഹ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ദാമ്പത്യ ജീവിതം ഒരു രഹസ്യമാണ് എന്ന്. ആ രഹസ്യം ബാക്കി ആർക്കും പിടുത്തം കിട്ടില്ല. ദാമ്പത്യ ജീവിതം നയിക്കുന്ന അവർക്ക് മാത്രമേ പിടുത്തം കിട്ടുള്ളൂ. ഞാൻ ഓർത്തു പോകുന്നത് എൻ്റെ കൊച്ചു കാലത്തെ എൻ്റെ വീട്ടിലെ അപ്പൻ്റെ അമ്മയുടെയും സ്നേഹത്തെക്കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ, വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അന്നൊക്കെ ഒരു വൈക്കോല് കൊണ്ടുണ്ടാക്കിയൊരു വീട്, ചാണം കൊണ്ട് മെഴുകിയ തറ, മുള കൊണ്ടുണ്ടാക്കിയ തൂണുകൾ ആ വീടിന്. എല്ലാ വെള്ളിയാഴ്ചയും അപ്പൻ ചന്തയിൽ പോകും. ചന്തയിൽ പോയിട്ട് ജാതിക്കയും കുരുമുളകും എല്ലാം വിൽക്കാനാണ് കൊണ്ടുപോകുന്നത്. അന്ന് കറണ്ടൊന്നുമില്ല, ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. അപ്പോൾ ലേറ്റായിട്ട് പപ്പ വരുള്ളൂ. അതുപോലെ നെയ്ബേഴ്സിൻ്റെ എല്ലാ
ആണ് അപ്പന്മാരും ചേട്ടന്മാരും അന്ന് ചന്ത ദിവസമാണ് വെള്ളിയാഴ്ച. ചന്തയിലെ സാധനങ്ങൾ കൊണ്ടുപോകും. ചന്തയിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിലെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അപ്പം അമ്മ അപ്പനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു പതിവുണ്ട്. ആ തൂണിലും പിടിച്ചിട്ട് എപ്പോഴാണ് പപ്പ വരുന്നത് എന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അന്നൊന്നും കറണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ചൂട്ട് വീശിയും കൊണ്ടാണ് തിരിച്ചു വരുന്നത് വീട്ടിലേക്ക്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഡാർക്കായി കഴിഞ്ഞാൽ അവർ ചൂട്ട് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അതൊക്കെ വീശി വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരും. 2-3 ബാഗ് ഉണ്ടാവും, സാധനങ്ങളൊക്കെ മേടിക്കും. അപ്പം വന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു. കാരണം അപ്പം വന്നിട്ട് ഞങ്ങൾക്ക് സപ്പർ കിട്ടുള്ളൂ, അത്താഴം കിട്ടുള്ളൂ. അപ്പം വന്നിട്ട് കൊന്ത ചൊല്ലിയിട്ടാണ് സപ്പർ കിട്ടുള്ളൂ. അപ്പോൾ അപ്പം വരിക ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. അപ്പം അവൻ ലേറ്റ് ആവും അല്പം. ഇങ്ങനെ വരാൻ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ ചൂട്ട് വീശലിൻ്റെ ആ തീ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആഹ്ലാദമാണ്. അപ്പോൾ പറയും അപ്പം വരുന്നുണ്ട് എന്ന്. അമ്മ പറയും വഴി പോകുന്ന ആരെയും വിളിച്ച് അപ്പനെന്ന് വിളിക്കില്ലേ, അത് അപ്പനൊന്നുമല്ല എന്ന് പറയും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അയൽക്കത്തെ പാപ്പേട്ടൻ പോയിട്ടുണ്ട്. പാപ്പേട്ടൻ പറയും അവസരപ്പേട്ടൻ വരുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ വരുമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മയ്ക്കറിയാം അപ്പൻ്റെ ചൂട്ടിൻ്റെ ആട്ടം. അപ്പം അങ്ങനെ പലരും പോയി കഴിഞ്ഞ് വരുമ്പോൾ ആ ചൂട്ടിൻ്റെ ആട്ടം, ആ തീയുടെ വെളിച്ചം, ആ ആട്ട് കാണുമ്പോൾ അറിയാം അപ്പം വന്നു എന്ന് പറയും. അത് കൃത്യമായിട്ട് അമ്മ ഓടും സഞ്ചികളൊക്കെ എടുക്കാനായിട്ട്. സഞ്ചികളൊക്കെ കൊണ്ടുവരും, ഞങ്ങൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഈ അനുഭവം പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓർക്കുന്നുണ്ട് അമ്മയ്ക്ക് എങ്ങനെയാണ് അപ്പൻ്റെ ചൂടിൻ്റെ ആട്ടം, താളം മനസ്സിലായത് എന്ന്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു അമ്മയോട്, അമ്മേ ഇതിൻ്റെ രഹസ്യം എന്താ, എങ്ങനെയാണ് അമ്മയ്ക്ക് മനസ്സിലാവുന്നത് ഇത് അപ്പനാണ് വരുന്നത് അന്ധകാരത്തിൽ ഈ ചൂട്ടിൻ്റെ ആട്ടം കൊണ്ട്? അവയെ ചെവിയിൽ പിടിച്ചിട്ടൊന്ന് തിരുമിയിട്ട് പറയും, നീ പോടാവുന്നത്, എനിക്കും അറിയില്ല അത് എന്ന് പറയും. നമുക്കറിയാം ജസ്റ്റിൻ്റെ മമ്മിക്ക് അറിയില്ല അത് എങ്ങനെയാണ് ജോസി നടക്കുന്നത് എന്ന്, അല്ലേ? അല്ലെങ്കിൽ ജോസിക്കും അറിയില്ല പോടേട്ടൻ്റെ ആട്ടം. നമ്മളൊക്കെ മ്യൂസിക്കിൽ പാട്ടിലൊക്കെ പറയും താളം തെറ്റി എന്ന് പറയില്ലേ? അതുപോലെ ദാമ്പത്യ ജീവിതത്തിൻ്റെ താളം, അത് പൗലോസ്ലിയ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്ന ഒന്നാണ്, ഒരു രഹസ്യമാണത്. ആ രഹസ്യത്തെ താതാത്മ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഐക്യത്തോടെയാണ്, ആ ബന്ധത്തോടെയാണ്. പൗലോസ്ലിയ വളരെ എഫെസ്യർക്ക് എഴുതിയ യോഹന്നാൻ സ്ലിയ പറയുന്നുണ്ട് എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എന്ന്. സഭയ്ക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനാണ് ക്രിസ്തു ആ സഭയെ സ്നേഹിച്ചത് എന്ന്. അപ്പോൾ അതുപോലെയാണ് ഒരു രഹസ്യബന്ധത്തിലേക്ക് നമ്മളിന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പോളിൻ്റെ ജീവിതത്തിലെ താളം ജസ്റ്റിന് മനസ്സിലാകട്ടെ, ജസ്റ്റിൻ്റെ ജീവിതത്തിലെ താളം പോളിന് മനസ്സിലാകട്ടെ. അത് പഠിക്കാനായിട്ട് വർഷങ്ങളോട് കൊടുക്കും. ഇറ്റ് ടേക്സ് ഓൺലി 30 seconds to get married, but takes 30 years or even more to be married. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞ് നിങ്ങളിന്ന് LKG ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളാണ് എന്ന്. അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ ഇന്ന് ആരംഭിക്കുന്ന ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യം കർത്താവിനെയും സഭയെയും സാക്ഷിയാക്കി ധ്യാനിച്ച് മനസ്സിലാക്കി പരസ്പരം ജീവനുണ്ടാകാനും ആ ജീവൻ പൂർണ്ണതയിലെത്താനുള്ള ഒരു വിളിയായിട്ട് ഇവർക്ക് ഈ ദാമ്പത്യ ജീവിതത്തെ സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ വധൂവരന്മാരെ കർത്താവേ ദമ്പതിമാരുടെ കൃപയുണ്ടാകണമേ.
കർത്താവേ കർത്താവേ ഉണ്ടാകണമേ. ഖനായിലെ ആ കല്യാണ വിരുന്നിലെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു കുറവുണ്ടായിരുന്നു ആ വീട്ടിൽ, വീഞ്ഞില്ല എന്നൊരു കുറവ്. പക്ഷേ അതേ കുറവാണ് ഒരു മനോഹരമായ ഒരു പ്രൈസിങ്ങിന് ഉപകരിച്ചത് എന്നുകൂടി നമ്മൾ ഒന്ന് ഓർക്കുക. അമ്മ മാതാവ് അത് പണ്ടേ മനസ്സിലാക്കി. ആ വിവാഹ വീട്ടിലെ കുറവ് എന്താണെന്ന് മനസ്സിലാക്കി. ആ കുറവ് തന്നെ അവരെ പുകഴ്ത്താനായിട്ട് അനുവദിച്ചു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ പോളിനും ജസ്റ്റിനും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്മയും മാതാവിനോട് പ്രാർത്ഥിച്ച്, അതാണ് ഞാൻ പറഞ്ഞ സഭയിൽ അവരോട് ചോദിച്ച് അവർക്ക് ആ കുറവ് നികത്താനായിട്ട്, ആ കുറവ് നല്ലൊരു വഴിയിലേക്ക് തിരിയാനായിട്ട് അവർക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എല്ലാവർക്കും ഇരിക്കാം. നമ്മളിന്ന് പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് ഇനി പ്രവേശിക്കുകയാണ്. നമ്മളിനി വിവാഹ ഉടമ്പടി, അതിനു മുമ്പായിട്ട് താലിയും കൊന്തയും അതുപോലെ മന്ത്രകോടിയും ഒക്കെ വെഞ്ചിരിക്കുന്ന ഒരു കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനു മുമ്പായിട്ടൊരു ചെറിയ ഗാനമുണ്ട്. ആ ഗാനം നമുക്ക് ശ്രമിക്കാം. റെഡിയാണല്ലോ? എഴുന്നേറ്റ് നിന്നവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രം, ബാക്കി എല്ലാവരും ഇരുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സഭയുടെ നാമത്തിൽ ഉത്തരം നൽകുക. പോള് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജസ്ലിനെ നിന്റെ ഭാര്യയെ നീ സ്വീകരിക്കുന്നവർ. ജസ്ലിൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ പോളിനെ എൻ്റെ ഭർത്താവെ നീ സ്വീകരിക്കുന്നു. സാക്ഷികൾ ജിമ്മിയും സൈമണും, will you please stand up wherever you are so that you are witness to this marriage. നിങ്ങളിതിന് ഈ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. അബ്രാഹത്തെയും യിസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ശമിശിയ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. 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 ആമേൻ.
കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷവും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിത ആയിരിക്കുന്ന ഈ കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തരുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനുഷ്ഠാത്മാവിനെ അനുഗ്രഹിക്കുന്നു. കാര്യങ്ങളാൽ അവയെ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാനും ദമ്പതിമാരെ ധരിക്കണമേ. നിലപാടിയായ വിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിന്റെ നിഷ്ഠയുടെ രാജ്യം സുഖത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവിടെ കുട്ടിയാക്കുകയും ചെയ്യണമേ. ആമേൻ. Relation with the honor as we intercede ahead. I'd like to ask the Paul to give the bridal kiss to your bride. If you are ready, I think that they are okay to buy exchange box, exchange of rings. I have pronounced them as husband and wife. Can I kiss you back? നമുക്ക് അവരുടെ വിവാഹ കല്ല് പപ്പയും മമ്മിയും തെളിച്ച തിരിയിൽ നിന്ന് തെളിച്ച് ഈ ഫ്രണ്ടിലെ ഇരിക്കുന്ന ഓട്ടത്തിലിരിക്കുന്ന കല്ല് തെളിക്കുന്ന ഫ്രണ്ടിൽ together so that the light of Christ may guide you all through your life.
കാഴ്ചവെപ്പിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ്. കാഴ്ചവെപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ കുർബാന ആരംഭിക്കുന്നു. കാഴ്ചവെപ്പിൻ്റെ കാലം ആരംഭിക്കുക. അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മയൗസേപ്പിനെയും സാദരമോത്തിടാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാതോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലൊത്തിടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു.
ഉത്തിതരായിടുവാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മുടെ കൂടെ പ്രാർത്ഥിയാക്കിയമാരും മേജ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീതമാരും മെത്രാന്മാരുമായ നമ്മുടെ നേതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകമാരുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരങ്ങൾ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. മിശിഹായുടെ സ്നേഹത്തിന് വിശ്വാസികളുമായ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു എല്ലാവരെയും സ്മരിക്കുവാൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സുഖരാജ്യത്തിനും നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശ്വദിക്കണം എൻ്റെ സഹോദരേ. ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ട് ഞങ്ങളങ്ങ് കാരുണ്യാദ്രേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തിനും കൂടി വരികമൻ ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യണം. നിങ്ങൾ അവരോട് നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥ വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാരവിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാരവിചാരങ്ങൾ.
തിരുബലിയർപ്പിപ്പൂ. പരിശുദ്ധാത്മാവായ സർവേശ്വരങ്ങളുടെ മഹത്വമറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അടവന് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും സാപ്പിന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി അങ്ങയുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ.
ഉടനെ കാസായും എടുത്ത് കൃതജ്ഞതാ സ്വസ്ഥം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിഷ്യരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് നിന്റെ സുഖരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തിനും പ്രത്യാശനും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിട നിന്റെ നാമത്തിൽ നാഥരായി ഞങ്ങൾ അർപ്പിക്കും സ്വസ്ത്രവും സ്തുതി കീർത്തനങ്ങളും എന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേങ്ങയുടെ കാരുണ്യത്തിന് തുവിധം അങ്ങയുടെ കൃപയ്ക്ക് തുവിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുമേ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവതാവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനം രക്ഷയും പ്രാപിക്കുകയും ഇതുവഴി നിത്യം ജീവിക്കുകയും ചെയ്യും.
നമ്മുടെ കർത്താവായ ശിഷ്യരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നവതരേത നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നും ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരിവിൽ നിന്നും അവരുടെ സൈന്യം നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാൾ സ്വർഗ്ഗത്തിനും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ആദ്യമായിട്ട് പോളും ജസ്ലിനും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അപ്പവും വീഞ്ഞും അതിനുശേഷം ബാക്കിയുള്ളവർക്ക് കുർബാന സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്.
ജീവനിൽ സ്വന്തം എൻ ഈശോ എൻ സ്വന്തം ഹൃദയം പരദീസ എൻ ഈശോ എൻ ഭാഗ്യം സ്വർഗം എൻ സ്വന്തം എൻ ഈശോ എൻ സ്വന്തം ഹൃദയം പരദീസ എൻ ഈശോ എൻ ഭാഗ്യം അനവരതം കൃപ ചൊരിയും ഈശോയ്ക്ക് ആരാധന ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഫലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുകുടുംബത്തിന് നായികയായി മാറിയ ഔസേപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സർവവിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുമാറാകട്ടെ. സകലത്തിലെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാരങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാണിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമു ഏൽപ്പിക്കും. നിത്യായുസ് സവനേകം ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാ മകിലർക്കും ദൈവം കനിവാ നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ
ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ മഹിളരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങളുടെ സ്വീകരിച്ച കുർബാന Please be seated. It is time to do some signing of the register on behalf of the government and behalf of the church. So I invite Paul and Jocelyn to come over with the witnesses Jimmy and Simon. Jimmy, I need one more. So with that, they have signed the papers for the government and for the church. I have the privilege of handing over the marriage certificate to Paul and Jocelyn as husband and wife. They say the holy water's watered down, and this town's lost its faith. Our colors will fade,
eventually. So if our time is running out, day after day, we make the Monday our masterpiece. Oh my, oh my love. I take one look at you, you're taking me out of the ordinary. I want you laying me down till I'm dead and buried on the edge of your knife, staying drunk on your vine. The angels up in the clouds are jealous knowing we found something so out of the ordinary.